നമസ്കാരം. മില്ലറ്റ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പികൾ മുമ്പ് ഷെയർ ചെയ്തിരുന്നു. ഇന്ന് കാണിക്കുന്നത് മില്ലറ്റ് അല്ലെങ്കിൽ ചെറുധാന്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാൽക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. പാൽക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാൻ ഏത് മില്ലറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വരക് അല്ലെങ്കിൽ കോട മില്ലറ്റാണ്. ഇത് വെച്ചിട്ട് ചോറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് മുമ്പ് വീഡിയോയിൽ കൊടുത്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ആദ്യം തന്നെ നമ്മൾ 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. ഇത് ഞാൻ ഓൾറെഡി കുതിർത്തെടുത്തതാണ്. വരകായതുകൊണ്ട് തന്നെ കുതിർത്തെടുക്കുമ്പോൾ വെള്ളത്തിന് ഈ ഒരു കളറ് വരും. അത് സ്വാഭാവികമാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കുതിർത്തെടുത്ത വെള്ളത്തിൽ തന്നെയാണ് പാകം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 3/4 കപ്പ് വരക് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നത്. ഇനി ഇത് നമുക്ക് സാധാരണ അരി വേവിക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായി പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. ബുൾ ഡ്രിവൺ ഓയിൽ ചേർക്കണം എന്നാണ് ശരിക്കും പറയുക. ഞാനൊരു അൺറിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഏത് മില്ലറ്റ് വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമുക്ക് മില്ലറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് മില്ലറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മില്ലറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വീണ്ടും അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വയ്ക്കരുത്, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. അപ്പോൾ ഒരുവിധം വറ്റി തുടങ്ങി വെള്ളം. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തുന്നുണ്ട്. 3/4 കപ്പിന് 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കണ്ടില്ലേ, വെള്ളം വറ്റി വരുമ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരും. നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട്. ഇനി ഇത് വറ്റി വന്നപ്പോൾ ഇതിലേക്ക് നാളികേരം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 കപ്പ് പാലാണ് ചേർത്തത്. 2ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു തിള വരാൻ തുടങ്ങി. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇത് കുറുകി വരും ഓഫ് ചെയ്ത് വെച്ചാലും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുത്താം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. ചൂടാറി വന്നപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ പപ്പടമോ ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഡിന്നറിനൊക്കെ പറ്റിയതാണ്. പപ്പടം മാത്രമാണെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.